യു എസിൻ്റെ നീക്കങ്ങൾക്ക് റഷ്യയുടെ മറുപടി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് തുടരവേ 2 ആണവ അന്തർവാഹിനികൾ വിന്യസിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ട്രംപിൻ്റെ ഭീഷണിക്ക് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് റഷ്യ. ഒരു നാറ്റോ രാജ്യത്തിന് സമീപമാണ് റഷ്യ ആണവ അന്തർവാഹിനി വിന്യസിച്ചിരിക്കുന്നത്. 2 യു എസ് അന്തർവാഹിനികൾ വിന്യസിച്ചതായി യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ശനിയാഴ്ച മൻമാർസ് മേഖലയിലെ നോർത്തേൺ ഫ്ലീറ്റിൻ്റെ ഹോം ബേസിൽ റഷ്യ ആണവ അന്തർവാഹിനി വിന്യസിച്ചത്. ആണവശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ ക്നിയാസ് പോഷാർസ്കിയെയാണ് റഷ്യ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. റഷ്യൻ നേവിയുടെ പുതിയ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈനാണ് നിയാസ് പോഷാർസ്കി. നാറ്റോ രാജ്യമായ ഫിൻലൻഡിന് സമീപത്താണ് മൻമാർസ് സ്ഥിതി ചെയ്യുന്നത്. തന്ത്രപരമായ ആണവ പ്രതിരോധ ദൗത്യങ്ങൾക്കായി ഈ അന്തർവാഹിനിയെ ഉപയോഗിക്കുമെന്ന് നോർത്തേൺ ഫ്ലീറ്റിൻ്റെ അന്തർവാഹിനി സേനയുടെ കമാൻഡറായ വൈസ് അഡ്മിറൽ അനറ്റോലി കൊവാലെങ്കോ വ്യക്തമാക്കി. എല്ലാ ജോലികളും വിജയകരമായി പൂർത്തിയാക്കിയതായും ക്രൂ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാണെന്നും കപ്പലിൻ്റെ കമാൻഡറായ സെക്കൻഡ് റാങ്ക് ക്യാപ്റ്റൻ ആൻഡ്രി ഷ്ലീഹർ പറഞ്ഞു. ബോറൈ എ ക്ലാസ്സിൽപ്പെടുന്ന ഈ അന്തർവാഹിനി റഷ്യൻ സ്ട്രാറ്റജിക് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടതാണ്. ആധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ നൂതനമായ RSM-56 ബുലാവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കാനും ഇതിന് കഴിയും. റഷ്യയും യു എസും തമ്മിൽ വാക്പോര് തുടരുകയാണ്. അതിനിടെയാണ് 2 യു എസ് ആണവ അന്തർവാഹിനികൾ യു എസ് വിന്യസിച്ചതായി പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചത്. റഷ്യയുടെ ആണവശേഷിയെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിച്ച റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിട്രി മെഡ്വദേവിൻ്റെ പരാമർശങ്ങളാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. മെഡ്വദേവിൻ്റെ പ്രകോപനപരമായ വാക്കുകൾക്കുള്ള നേരിട്ടുള്ള പ്രതികരണമാണ് ഈ തീരുമാനം എന്നാണ് വിലയിരുത്തൽ. അമേരിക്കയ്ക്ക് 1 ഡസനിലധികം ആണവശേഷിയുള്ള അന്തർവാഹിനികളുണ്ട്. ഈ കടൽ ഭീമന്മാർ അവരുടെ ആകാശ, കര, കടൽ ആണവ പ്രതിരോധത്തിൻ്റെ നട്ടെല്ലാണ്. കണ്ടുപിടിക്കാൻ ഏറ്റവും പ്രയാസമുള്ളവയാണിവ. അമേരിക്കയുടെ രഹസ്യ ആയുധങ്ങളാണിത്. റഷ്യക്കെതിരെ കൃത്യമായ ഭീഷണി തന്നെയാണ് യു എസ് മുഴക്കിയത്. യുക്രൈനിൽ വെടിനിർത്തൽ വേണം, അതിന് റഷ്യ സമ്മതിക്കണം. യു എസിൻ്റെ ആവശ്യം കൃത്യവും വ്യക്തവുമാണ്. ഇല്ലെങ്കിലോ പുതിയ ഉപരോധങ്ങൾ നേരിടേണ്ടി വരും, അതും കനത്ത നടപടികളാവുമെന്ന താക്കീതാണ് ട്രംപ് നൽകിയത്. റഷ്യയ്ക്ക് 10 ദിവസത്തെ സമയമാണ് വൈറ്റ് ഹൗസ് നൽകിയിരിക്കുന്നത്. യു എസ് റഷ്യയ്ക്ക് നൽകിയിരിക്കുന്ന അന്ത്യശാസനയാണത്. അതിനിടെയാണ് പുതിയ ആണവ അന്തർവാഹിനി റഷ്യ വിന്യസിച്ചിരിക്കുന്നത്.